നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, ഇടയ്ക്ക് നിനക്ക് കുറച്ച് വിശ്രമമൊക്കെ വേണ്ടേ? അതൊന്നും സാരമില്ല. അത് പറഞ്ഞാലൊന്നും പറ്റില്ല. മോളെ, ദേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ദേ, അതൊക്കെ പറയാം. അതിനു മുമ്പ് ദേ, ഈ മുല്ലപ്പൂ ഒന്ന് ചൂടിക്കേ. അല്ല, എന്തിനാ ഇപ്പൊ ഈ മുല്ലപ്പൂവ്? എന്റെ ഒരു സന്തോഷത്തിന്. നോക്കട്ടെ. ആഹാ, ഇപ്പൊ നീ ശരിക്കും ഒരു മഹാറാണിയെ പോലെയുണ്ട്. അല്ല, ഇപ്പോ എന്താ ഇങ്ങനൊരു അഭിനയം? എന്റെ മോളെ, നീയും വിശാലും ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ. സ്വാഭാവികമായിട്ടും കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കും. അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. അതെന്താ നടക്കാത്തെ? അല്ല, അതിനു മുൻപ് നിന്നെ ഞാൻ സുമംഗലിയായിട്ട് തന്നെ മുകളിലേക്ക് അയക്കാൻ പോവല്ലേ. എന്റെ പാർവതി, എത്രയും പെട്ടെന്ന് തന്നെ അത് ഞാൻ നടത്തും. പ്രഭാവതി അമ്മ, ഞാൻ സുമംഗലിയായി തന്നെ മരിക്കും. പക്ഷേ അത് ഇപ്പോഴൊന്നും അല്ല. ഓ, നിങ്ങൾ കരുതുന്ന പോലെ പെട്ടെന്ന് എന്നെ അങ്ങ് മുകളിലേക്ക് അയക്കാനും സാധിക്കില്ല. എനിക്കും വിശാൽ സാറിനും കൂടി മിടുക്കന്മാരായ കുട്ടികളൊക്കെ ജനിച്ച് അവർക്കും കുട്ടികളായി ആ പേരക്കുട്ടികളെയൊക്കെ താലോലിച്ച് സന്തോഷത്തോടെ കുറെ കാലം ജീവിച്ച് ആഘോഷമായി ഷഷ്ടിപൂർത്തിയൊക്കെ നടത്തി എനിക്കും വിശാൽ സാറിനും 100 വയസ്സ് കഴിഞ്ഞ് അതിനുശേഷം മാത്രമേ ഞാൻ സുമംഗലിയായി മരിക്കൂ. പക്ഷേ അതിനുള്ളിൽ നിങ്ങൾ എന്റെ ഉയർച്ചയും വിജയവും ഒക്കെ കണ്ട് നീറി ചാകും. എന്റെ പൊന്നു പ്രഭാവതിയമ്മ, ആദ്യം ഈ ദുഷിച്ച ചിന്തയൊക്കെ മാറ്റിവെച്ച് വല്ല ഭാഗവതോ രാമായണോ ഒക്കെ വായിച്ച് കാലം കഴിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ തട്ടിപ്പോവും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളൊരു 10 മാസം കൂടി ജീവിച്ചിരിക്കണമെന്നാ എന്റെ പ്രാർത്ഥന. 10 മാസം കഴിയുമ്പോ ഇവിടെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾ ചത്താ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.